ഹായ് ഫ്രണ്ട്സ്, മണത്തി ഫാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് അധികം വെയിൽ വേണ്ടാത്ത ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ഹാങ്ങിങ്സിൻ്റെ വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം. അധികമൊന്നുമില്ല, ഒരു 4-5 പ്ലാന്റ്സ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല തിക്ക് പോട്ടിലാണ്, ഹാങ്ങിങ് പോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഇതൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് വെരിഗേറ്റഡാണ് വരുന്നത്. എനിക്ക് ഇതിൻ്റെ ഐഡിയ കറക്റ്റായിട്ട് അറിയില്ല. ഒരു വൈറ്റ് ആൻഡ് പിങ്ക്, നമുക്കൊരു യെല്ലോ മിക്സായിട്ടൊക്കെ തോന്നും ഈ ഒരു പ്ലാന്റ്. നമുക്ക് തീരെ സൺലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലോ അതുപോലെ അകത്തൊക്കെ ഇങ്ങനെ ഇത് ഹാങ്ങിങ് ടൈപ്പാണ്. അതല്ല, നമുക്ക് വേണമെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹാങ്ങിങ് ആണ് കുറച്ചുകൂടി ഭംഗി. ഇതുപോലെ കീപ്പോട്ടേക്ക് ഞാന്ന് എടുക്കണ ഒരു പ്ലാന്റാണ്. ആയിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഇപ്പോൾ ഇതിനേക്കാളും നല്ല തിക്കായിട്ടുള്ളൊരു പ്ലാന്റാണ് ഇത്. കണ്ട, നൈറ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, സോ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജിഫിയിലോ അല്ലെങ്കിൽ കൊക്കോബീറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന പ്ലാന്റാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ഡാമേജ് വരില്ല. വെള്ളം നമ്മൾ കുറച്ച് ഒഴിക്കണം, സൂക്ഷിച്ച് ഒഴിക്കണം ഈ ഒരു പ്ലാന്റ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല. ഇത് ഇങ്ങനെ ഫുൾ പോട്ട് റേറ്റ് വരുന്നത് 250 ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഫാമിലും അത് നേരിട്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ഇതേപോലെ ഹാങ്ങിങ് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് നമുക്ക് കൊണ്ടുപോകാം. കൊറിയർ അയക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഹാങ്ങിങ് മാറ്റിയിട്ട് നമ്മൾ ഇതിന് പകരം നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ഒന്നും കറക്റ്റായിട്ട് നിൽക്കില്ല. സോ നമ്മുടെ വള്ളി ഉണ്ടല്ലോ, വള്ളി ടൈപ്പ്, അങ്ങനത്തെ ഹാങ്ങിങ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ പോട്ടിലാക്കി പ്ലാന്റിനെ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ റിസീവിങ് ടൈമിൽ നിങ്ങളത് റിമൂവ് ചെയ്ത് കുറച്ചുകൂടി കൊക്കോബീറ്റൊക്കെ ഇട്ടിട്ട് നല്ലപോലെ നനച്ച് കൊടുക്കുക. ഇതാണ് ഒരു വെറൈറ്റി. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എപ്പീറിയം പിന്നായിട്ട് ഉണ്ടല്ലോ. ഇതിൽ ശരിക്കും കട്ടിങ്ങുള്ള പ്ലാന്റാണ്. ഇപ്പോൾ എൻ്റെ നഴ്സറിയിൽ നമുക്കറിയാം, ഇവിടെ എൻ്റെ വലിയൊരു മദർ പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ ബേബി പ്ലാന്റ്സൊക്കെ നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഈ എപ്പീറിയം പിന്നായിട്ട്. ഇതിലിങ്ങനെ ഒരു കട്ടിങ്സ് വരുന്ന പ്ലാന്റാണ്. ഇതുപോലെ ഇങ്ങനെ ബുഷ് കിട്ടുന്നത് ഇതിൻ്റെ തന്നെ പ്ലാന്റാണ് കേട്ടോ. നമ്മളിവിടെ ഹാങ്ങിങ്ങിലിട്ടിരിക്കുന്നത് കട്ടിങ്സ് ഒന്നും വരില്ല. ഇതുപോലെ തന്നെ ഷെയ്ഡുള്ള പ്ലാന്റാണ്. വൈറ്റും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വെരിഗേറ്റഡിനോടാണ് കൂടുതൽ താല്പര്യം. കണ്ട, ഇതും നമുക്കിതുപോലെ ഈ ഒരു നോഡ് കണ്ട സെപ്പറേറ്റ് ആയിട്ട് വരുന്ന റൂട്ട്, ഈ റൂട്ടിന് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ജിഫിയിലൊക്കെ പിടിപ്പിക്കാൻ പറ്റും. ഇത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. കണ്ടോ, ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. വൈറ്റും ഗ്രീനും ഈ പറഞ്ഞ പോലെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു പോട്ട് റേറ്റ് വരുന്നത് 200 ആണ്. ഇത് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ യെല്ലോ, നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി ഇത് ഫുള്ള് ഗ്രീനാണ് വരുന്നത്. കുഞ്ഞു ലീഫുകളാണ്. കണ്ട, ഇത് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ. അത്രയ്ക്ക് പെട്ടെന്ന് ഗ്രോത്ത് വരില്ല, ആയം പോലെയാണ് വളരുള്ളൂ. നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്ലാന്റാണ്. കാരണം ഈ പറഞ്ഞ പോലെ ചീച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് നല്ല ഭംഗിയാണ് നിൽക്കണം കാണാനായിട്ട്. ഇതിങ്ങനൊരു പോട്ടിലാണ് വരുന്നത്. ചെറിയ പോട്ടാണ്, 150 റേറ്റ് വരുന്നത്. 150. ഇതെല്ലാ പ്ലാന്റ്സും നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ പ്ലാന്റ്സൊക്കെ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇതതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ്, കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്. വളരെ സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ. വെള്ളമൊന്നും അധികം കൂടാൻ പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇൻഡോറൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഫിറ്റോണിയ പ്ലാന്റ്സ്. ഫിറ്റോണിയ അറിയാമല്ലോ, നമുക്ക് ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊപ്പഗേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല. പക്ഷേ ഈ ഒരു പ്ലാന്റ് അത്ര ഡാമേജ് വരുന്ന പ്ലാന്റ് അല്ല. നമുക്ക് റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് എത്ര പോയാലും പിന്നെയും ഇത് കിളർത്ത് വരുന്നൊരു പ്ലാന്റാണ് ഫിറ്റോണിയ പ്ലാന്റ്. ഇപ്പോൾ ഇതിൽ പിങ്കും ഗ്രീനും വൈറ്റ് അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമ്മളൊക്കെ ആദ്യം എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒത്തിരി പ്ലാന്റ്സ് സെയിൽ ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ വേറെ കുറേ കളേഴ്സൊന്നും വരുന്നില്ല. 150 റേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മഞ്ജുള എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് കണ്ട ഒരു കേളി ടൈപ്പാണ് ലീഫ് വരുന്നത്. നല്ല
വൈറ്റ് ഷെയ്ഡ്, കമ്പാരിറ്റീവ്ലി ഗ്രീൻ ഷെയ്ഡ് വളരെ കുറവായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാങ്ങിങ്ങിലോ അല്ലെങ്കിൽ തന്നെ കുപ്പികളിൽ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. അത്രയ്ക്ക് അങ്ങനെ ഡാമേജ് ഒന്നും വരില്ല. ഇതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റ്സ് ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് അങ്ങനെ ഹാങ്ങിങ്ങിൽ മേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മണി പ്ലാന്റ് അതുപോലെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 200 രൂപയ്ക്കാണ് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ തന്നെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്ക്വയർ പോട്ട് നമ്മൾ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ഉണ്ട്. അത് റേറ്റ് വരുന്നത് 80 ആണ്, 80 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി സ്ലീപ്പിംഗ് പാത്തോസ് ആണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ട ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കണ്ട മടങ്ങി ഉണങ്ങി തൂങ്ങിയൊക്കെ നിൽക്കണം. നമ്മൾ സ്ലീപ്പിംഗ് എന്ന് പറയും, സ്ലീപ്പിംഗ് പാത്തോസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാം ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടിലാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി പെറുവിൻ്റെ പ്ലാന്റ് ഒരു കണ്ട ഇങ്ങനെ ഒരു ഫുള്ള് ഗ്രീൻ വരുന്നൊരു ഇലച്ചെടി പോലെയാണ് കണ്ട, നല്ല അങ്ങനത്തെ. ഇതിങ്ങനെ നമുക്കിങ്ങനെ കീപ്പോട്ടേക്ക് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. പെട്ടെന്ന് ഗ്രോത്ത് വരും. നമുക്ക് ഇൻഡോറായിട്ട് യൂസ് കണ്ട സൺലൈറ്റ് കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു മിക്സ് ഷെയ്ഡ് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ ഗ്രീൻ കളറായിട്ടാണ് വരിക. ഇത് നമുക്ക് ഇൻഡോറായിട്ട് യൂസ് ചെയ്യും. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 80 ആണ് റേറ്റ് വരുന്നത്, 80 രൂപ. അപ്പോൾ നമ്മുടെ ഫാമിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഹാങ്ങിങ്സ് അല്ല ഫുൾ സെറ്റായിരിക്കുന്ന ഹാങ്ങിങ്സ് നമ്മളിവിടെ 4 സൈഡിൽ നമ്മൾ ചുറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ നല്ല തിക്ക് വരുന്ന പ്ലാന്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് അപ്പോൾ റേറ്റും കമ്പാരിറ്റീവ്ലി കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്